ഞാൻ ഷെറി. എഴുതി കൊടുത്ത ആധാരങ്ങൾ എപ്പോഴെങ്കിലും റദ്ദാക്കാൻ പറ്റുമോ? നാം മറ്റൊരാൾക്ക് ഇഷ്ടത്തോടുകൂടി എഴുതി കൊടുത്ത ആധാരം ഏതെങ്കിലും ഘട്ടത്തിൽ റദ്ദാക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും എന്നതാണ് ചോദ്യം. സാധാരണഗതിയിൽ എഴുതി കൊടുത്ത ആധാരങ്ങളൊക്കെ റദ്ദാക്കാനുള്ള നടപടികൾ വളരെ എളുപ്പമായാൽ അത് ക്രയവിക്രയങ്ങളെയൊക്കെ ബാധിക്കും, ശരിയാണ്. പക്ഷേ മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ, 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കാര്യത്തിൽ അവർ എഴുതി കൊടുത്ത ചില ആധാരങ്ങൾ റദ്ദാക്കാനാകും. സാധാരണ റദ്ദാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ റദ്ദാക്കാനാകും എന്നതാണ് 2007 വെൽഫെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന നിയമത്തിൻ്റെ പ്രത്യേകത. ആ നിയമത്തിൻ്റെ 23-ാം വകുപ്പിൽ പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞ ഏതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഈ നിയമത്തിൻ്റെ പരിധിയിൽ സീനിയർ സിറ്റിസൺ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്ന ഒരാൾ തന്നെ നോക്കിക്കൊള്ളാം എന്ന ഉറപ്പിൻ്റെ പുറത്ത്, തനിക്ക് അടിസ്ഥാനപരമായ അവകാശങ്ങളും മറ്റു കാര്യങ്ങളും നിറവേറ്റി തന്നുകൊള്ളാം എന്ന ഉറപ്പിൻ്റെ പുറത്ത് തൻ്റെ ഭൂമി മറ്റൊരാൾക്ക് ഇഷ്ടദാനമായിട്ടോ സെറ്റിൽമെൻ്റ് ആധാരമായിട്ടോ ഒക്കെ ക്രയവിക്രയം ചെയ്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, അതിനുശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ എഴുതി കിട്ടിയ ആൾ ട്രാൻസ്ഫർ ചെയ്യും. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മുതിർന്ന പൗരനെ നോക്കുന്നതിന് വീഴ്ച വരുത്തുകയാണെങ്കിൽ, അടിസ്ഥാനപരമായ അവകാശങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ, ആ ഘട്ടങ്ങളിലെല്ലാം മുതിർന്ന പൗരന് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന് ചുരുക്കപ്പേരിൽ പറയുന്ന ഈ നിയമത്തിൻ്റെ 23-ാം വകുപ്പ് പ്രകാരം RDOയെ സമീപിച്ച് ആധാരം റദ്ദാക്കുന്നതിന് ഒരു ഹർജി കൊടുക്കാം. സാധാരണഗതിയിൽ ഒരു ആധാരം റദ്ദാക്കണമെങ്കിൽ അതിന് നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടായ രീതിയിലാണ് ആധാരം എഴുതിയതെന്ന് തെളിയിക്കണം, സുബോധമില്ലാത്തതെന്നു എന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കുമ്പോൾ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു ആധാരം റദ്ദാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതുമാത്രമല്ല, അത് സിവിൽ കോടതിയിൽ ചെയ്യുന്ന കേസാകണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സീനിയർ സിറ്റിസൺസ് നിയമത്തിലെ വകുപ്പ് 23 വിപ്ലവകരമായ ഒരു വകുപ്പായി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നത്. ഇത് ഇങ്ങനെ ആധാരം എഴുതി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, സ്വന്തം മകനോ മകൾക്കോ അല്ലെങ്കിൽ തൻ്റെ ആശ്രിതനോ അവരുടെ പേരിൽ ഉള്ള സ്ഥലത്ത് ഒരു വീട് വയ്ക്കുന്നതിന് ഒരു പക്ഷേ വായ്പ ആവശ്യമായി വന്നേക്കാം. അങ്ങനെ വായ്പ ആവശ്യമായി വരുമ്പോൾ മുതിർന്ന പൗരൻ ലോൺ എടുക്കുന്നതിന് പകരം ചെറുപ്പക്കാരനെ ലോൺ എടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എഴുതി കൊടുക്കും. എഴുതി കൊടുത്ത് ലോൺ എടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ പണിത് കഴിയുമ്പോഴായിരിക്കും നാം പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബേസിക് അമനിറ്റീസ് ലഭിക്കുന്നതിനുള്ള തടസ്സം വരുന്നത്. ഈ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മരുന്ന്, ഈ 4 കാര്യങ്ങളും നിഷേധിച്ചാൽ അവർക്ക് പറയാം തങ്ങളുടെ ബേസിക് അമ്യൂണിറ്റീസ്, അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്ന്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ എഴുതി കൊടുത്ത ആധാരങ്ങൾ പോലും റദ്ദു ചെയ്യാൻ RDOയ്ക്ക് പരാതി കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ആധാരം റദ്ദു ചെയ്യുന്നതിന് വേണ്ടി, എഴുതി കൊടുത്ത ആധാരങ്ങൾ റദ്ദു ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് സമ്മറി പ്രൊസീഡിങ്സിലൂടെ, വളരെ ലളിതമായ പ്രൊസീഡിങ്സിലൂടെ RDOയ്ക്ക് ഇങ്ങനെയുള്ള ആധാരങ്ങൾ റദ്ദു ചെയ്യാനും മുതിർന്ന പൗരനിലേക്ക് അത് തിരിച്ചു വന്ന് അയാൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനും സാധിക്കും എന്നുള്ളത് ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് മനസ്സിലാക്കേണ്ടത് മുതിർന്ന പൗരന്മാരല്ല, പകരം പുതിയ തലമുറയിലെ ആളുകളാണ് ഇത് മനസ്സിലാക്കേണ്ടത്. തങ്ങൾക്ക് എഴുതി കിട്ടിയ ആധാരം അത് എന്തിൻ്റെ പേരിലാണോ എഴുതി തന്നത് അത് കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ആ ആധാരം തിരികെ എഴുതി തന്ന ആളിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. താങ്ക് യു.